എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ നിൽക്കുമ്പോൾ റിപ്പോർട്ടർ ടി വിയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനത്തിൻ്റെ നിമിഷമാണ്. കാരണം റിപ്പോർട്ടർ ടി വി തുടങ്ങിയിട്ട് ഒരു വർഷവും ഇപ്പം 3 മാസമേ ആയിട്ടുള്ളൂ. ഞാൻ ഏറ്റെടുത്തതിന് ശേഷം 13-14 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ചാനലാണ് റിപ്പോർട്ടർ. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ കേരള വിഷൻ, ഞാൻ പ്രവീൺ സാറോട് ഇപ്പോൾ പറയുമായിരുന്നു, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അവാർഡ് കൊടുക്കാൻ ശരിക്കും കേരള വിഷന് മാത്രമേ കഴിയുള്ളൂ. കാരണം ഏഷ്യാനെറ്റിനും അതുപോലെ തന്നെ സി കേരളത്തിനും ഫ്ലവേഴ്സിനും മഴവില്ലിനെയും എല്ലാം കമ്പയർ ചെയ്തിട്ട് അതിലേറ്റവും നല്ല ആൾക്ക് അവാർഡ് കൊടുക്കുക എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു സ്ഥാപനത്തിനും സാധിക്കുന്ന കാര്യമല്ല. അതാണ് ഞാൻ പ്രവീൺ സാറോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ കേരള വിഷയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു നെറ്റ്വർക്കിൻ്റെ ഭാഗമായി റിപ്പോർട്ടർ ടി വി പ്രവർത്തിക്കുമ്പോൾ ഒരു ചെറിയ സ്ഥാപനമാണ് റിപ്പോർട്ടർ ടി വി. കേരള വിഷൻ എന്ന് പറയുന്നത് വലിയ സ്ഥാപനമാണ്. അതിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ഈ സ്റ്റേജിൽ വന്ന് ഈ അവാർഡ് വാങ്ങാൻ അതിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ അടുത്തുനിന്നും കേരള വിഷൻ്റെ സിഇഒൻ്റെ അടുത്തുനിന്നും നമ്മുടെ ശിവാദോറിന് എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്, അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ സ്വീകരിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. റിപ്പോർട്ടർ ടി വി ഞങ്ങളിങ്ങനെ 1ാം സ്ഥാനം അടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാം റിപ്പോർട്ടർ ടി വി കാണണം, നിങ്ങളുടെ സജഷൻസ് പറയണം. അതിൻ്റെ ഞങ്ങൾ 24 hours ലൈവ് പോകുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ചാനൽ പ്രവർത്തിക്കുന്നവർക്കറിയാം, റൺ ഡൗൺ എന്ന് പറയുന്ന സാധനമുണ്ട്. വാർത്തകൾ നമ്മളിങ്ങനെ നേരത്തെ അടിച്ച് മ്യൂസിക്കൊക്കെ ഇട്ട് സെറ്റാക്കി പാക്കേജ് പോകുന്നൊരു സംവിധാനം, അതെല്ലാം ഒഴിവാക്കി നമ്മൾ എന്താണോ നാട്ടിൽ നടക്കുന്നത് അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു മാധ്യമ സ്ഥാപനം ചെയ്യേണ്ടത് എല്ലാം വിളിച്ചു പറയുക എന്നുള്ളതാണ്. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിൽ ജനങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്നൊരു സ്ഥാപനത്തിന് 2ാം സ്ഥാനവും 1ാം സ്ഥാനവും 3ാം സ്ഥാനത്തൊന്നും എത്താൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ നല്ലത് മാത്രം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. പ്രത്യേകിച്ച് ഈ അവാർഡിന് എന്നെ ക്ഷണിച്ച റിപ്പോർട്ടർ ടി വിയെ തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.